നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായ ഒരു യുഗത്തിലേക്ക് ഇന്നത്തെ തലമുറ എത്തിയില്ലയോ ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് സലാസത്തുൻ ലാ യുദ്ഖിലുഹുമുൽ ജന്ന, മൂന്ന് കൂട്ടർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ പരിശുദ്ധമാക്കപ്പെട്ട മദീന പള്ളിയുടെ അകത്തളത്തിൽ വെച്ച് തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ് സലാസത്തുൻ ലാ യുദ്ഖിലുഹുമുൽ ജന്ന, മൂന്ന് വിഭാഗം ആളുകൾ സ്വർഗ്ഗത്തിൽ കടക്കൂല സ്വഹാബ. ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിൽ നിന്ന് കാത്തു സംരക്ഷിക്കട്ടെ. ഏതൊക്കെയാണ് ആ മൂന്ന് കൂട്ടർ? ഒന്നാമതായി നബി തങ്ങൾ പറയുന്നു അദ്ദുയൂസു. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ദുയൂസ് എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബത്തിൽ അശ്ലീലതകൾ ചെയ്യുന്നതിന് യാതൊരുവിധ തടസ്സവും ചെയ്യാതെ നിലകൊള്ളുന്ന ആള്. മക്കള് തിന്മ ചെയ്യാൻ ഒന്നും മിണ്ടുന്നില്ല. വാപ്പ ഒരു കുഴപ്പമില്ല, വലിയ വല്യാപ്പാൻ, ഭയങ്കര നിസ്കാരമൊക്കെ ഉള്ള ആളാണ്. ഉമ്മ ഉണ്ട്, 5 ഹജ്ജ് ചെയ്താകുന്ന വാപ്പയുണ്ട്, 4 ഉംറ ചെയ്ത ഉമ്മമാരുണ്ട് വീട്ടിൽ. ഭയങ്കര നിസ്കാരവും ആബിദത്തുമായ ഉമ്മയാൻ. ഓൺലൈൻ മജ്ലിസുകളിലൊക്കെ സജീവമായിട്ടിരിക്കും, എല്ലാ കാര്യങ്ങളും ചെല്ലും, ദിക്ർ ചെല്ലും ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു കാര്യമില്ല, മക്കളൊക്കെ തെറ്റ് ചെയ്യുന്നതിന് പരിപൂർണമായി പിന്തുണ, മിണ്ടുന്നില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയിപ്പിക്കുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ, ഈ ദുനിയാവിൽ ദയൂസിന്റെ അഹ്ലുകാരുണ്ടാകും, അവസാന കാലഘട്ടത്തിൽ കൂടി വരുമേ. ആരാണ് ദയൂസ്? അല്ലദീ യുഖറു ഫീ അഹ്ലിഹി അൽ ഖബസ, സ്വന്തം കുടുംബത്തിൽ തെറ്റുകൾ ചെയ്യുന്നതിനെ പരിപൂർണമായി സ്ഥിരപ്പെടുത്തുന്നവരാണ്. കുടുംബാദികൾ തെറ്റ് ചെയ്യുന്നതിനെ പരിപൂർണമായി പിന്തുണ കൊടുക്കുന്നവരാണ് ദുയൂസിൻ അഹ്ലുകാർ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 3 വിഭാഗം ആളുകൾ അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല സ്വഹാബ. ഫലാസത്തുൻ ലാ യുദ്ഖിലുഹുമുൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന പവിത്രമാക്കപ്പെട്ട സ്വർഗ്ഗം പുൽകാൻ 3 വിഭാഗത്തിന് കഴിയുകയില്ല. ആദ്യമായി റസൂലുള്ളാഹി എണ്ണുകയാണ് അദ്ദുയൂസ്. ഈ ദുനിയാവിൽ സ്വന്തം കുടുംബത്തിൽ തെറ്റുകൾക്ക് കളമൊരുക്കുന്ന രക്ഷിതാക്കളില്ലേ? മക്കളെ തെറ്റ് ചെയ്യുമ്പോൾ മിണ്ടാതിരിക്കുന്ന വാപ്പയില്ലേ? മകൻ തെറ്റ് ചെയ്യുമ്പോൾ അതിന് പരിപൂർണമായി പിന്തുണ കൊടുക്കുന്ന രക്ഷിതാക്കളില്ലേ? ഏറ്റവും വലിയ തെറ്റുകാരാണ്, ദുയൂസാണവരെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇന്നത്തെ രക്ഷിതാക്കൾ അതല്ലേ? മക്കള് തെറ്റ് ചെയ്യുമ്പോൾ മിണ്ടാതിരിക്കാൻ, കള്ളു കുടിക്കുന്നതിനോ സിനിമ കാണുന്നതിനോ സീരിയൽ ദർശിക്കുന്നതിനോ ഒരു പ്രശ്നമില്ലെന്ന് മാത്രമല്ല, വീട്ടിൽ നല്ല റാഹത്തായിട്ട് 8Kയുടെ ടി വി വാങ്ങിച്ച്, സോണിയുടെ TV വാങ്ങിച്ച് വെച്ചിട്ട് സ്വന്തം മക്കളെയും ഭാര്യയുമൊക്കെ ചേർത്തെടുത്ത് OTT പ്ലാറ്റ്ഫോമിലൂടെ സിനിമ കണ്ടുകൊണ്ടിരിക്കുക. ഒരുമിച്ചിരിക്കാൻ ജയിലർ കാണണ്ടേ? ഒരുമിച്ചിരിക്കുക, ഇതാണ് അവസ്ഥ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വൈകിട്ട് ഇശാ കഴിഞ്ഞിട്ട് ഇതാ പരിപാടി. എല്ലാ ദിവസവും OTT പ്ലാറ്റ്ഫോമിലൂടെ വരുന്ന സിനിമകളെല്ലാം ഒരുമിച്ചിരുന്ന് കാണുക. നെറ്റ്ഫ്ലിക്സും ഹോട്ട്സ്റ്റാറിലും ഒക്കെ വരുന്ന എല്ലാം ഇരുന്ന് റാഹത്തായിട്ട് ആജിയാരിരുന്ന് കാണുക. പകല് ഭയങ്കര ആയത്തോ ദിവസമാണ്, രാത്രി മുഴുവൻ ഇതാ പരിപാടി. ഇശാ കഴിയുമ്പോൾ ഇതാ പരിപാടി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പകല് 10 വരെ കണ്ടു കഴിഞ്ഞാൽ ആയത്തോ ദിവസവും ഓതി ഭയങ്കര പഠിപ്പിക്കാറ്. രാത്രി ആയി കഴിഞ്ഞ ഇശ കഴിഞ്ഞിട്ട് പെൺമക്കളെയും മക്കളെയൊക്കെ ചേർത്തിരുത്തിയിട്ട് സിനിമ കാണാൻ, പടം കാണാൻ. ഇങ്ങനത്തെ ആളുകളുണ്ട്. അദ്ദുയൂസ്, സ്വന്തം വീട്ടിൽ തെറ്റിന് കളമൊരുക്കുന്നവനാണ് അവനെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. തെറ്റ് ചെയ്യുക മാത്രല്ല, ഒറ്റയ്ക്കിരുന്ന് തെറ്റ് ചെയ്യല്ല, സ്വന്തം മക്കൾ തെറ്റ് ചെയ്യുമ്പോ, ഭാര്യ തെറ്റ് ചെയ്യുമ്പോ, കുടുംബം തെറ്റ് ചെയ്യുമ്പോ മിണ്ടാതിരിക്കുന്നവൻ അനങ്ങൂല, ഒന്നും മിണ്ടൂല. അങ്ങനെയാണല്ലോ ഇപ്പൊ കല്യാണമൊക്കെ വരുമ്പോ കാണിക്കുന്ന പേക്കൂത്തുകൾ. വലിയ ഹാജിയാരുടെ വീട്ടിലായി നടക്കുന്നത്. ഭയങ്കര ആയത്തോ ദിവസം അല്ലെങ്കിൽ എപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്ന ആളാ. 10 മിനിറ്റ് പ്രസംഗിക്കാൻ കൊടുത്ത ആയത്തോ ദിവസം നിരവധി. പക്ഷെ സ്വന്തം മകളുടെ കല്യാണം വന്നപ്പോ എല്ലാം മാറി. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ,
കല്യാണമത് നടമാടുവാനൊരു വേദിയാ. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ. കല്യാണമത് നടമാടുവാനൊരു വേദിയാ. സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ. വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്. നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്. വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട്. പോകേണ്ടതാണ് കൈ കഴുകുവാൻ താഴോട്ട്. ആർക്കെവിടെയും കടക്കാം, നോക്കാം, രസിക്കാം. സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം. തഴവാ ഉസ്താദിന്റെ വരികളാണ്. 25 വർഷമായി മഹാനുഭാവൻ മരണപ്പെട്ടു പോയിട്ട് അതിനും എത്രയോ കൊല്ലം മുമ്പ് അൽ മവാഹിബുൽ ജലീൽ എഴുതി വെച്ചതാകുന്ന വരികളാണ്. പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് ചേർത്ത് നോക്കിയിട്ട് ഈ കാലഘട്ടത്തിൽ പ്രസക്തമായ വരികളാണ്. പണമുള്ള ആളുകൾ സ്വന്തം മക്കളുടെ കല്യാണങ്ങൾ വരുമ്പോ പേക്കൂത്തുകൾ കടിമപ്പെടുന്നതായ യുഗമാണ്. പണമുള്ള ആള് പണത്തിന്റെ പെരുപ്പം നാട്ടുകാരെ കാണിക്കുന്നത് എപ്പോഴാണ്? മകളുടെ കല്യാണം വരാൻ നോക്കിയിരിക്കാം. അപ്പോഴാണ് നാട്ടുകാരെ മുഴുവൻ അറിയിക്കുക. 5 ദിവസത്തെ കല്യാണം, മഞ്ഞ കല്യാണം, പച്ച കല്യാണം, അങ്ങനെ ഇങ്ങനെ JCB കൊണ്ടുവരല്, എല്ലാ പരിപാടിയും. ബൊഫെ പരിപാടി, പാശ്ചാത്യരുടെ എല്ലാ പരിപാടികളും ഇവിടെ ഉണ്ട്. അടിച്ചുപൊളി കല്യാണം 4-5 ദിവസമാണ്. നാട്ടുകാരെ മുഴുവൻ വിളിക്കാൻ. അവസാനം നാട്ടുകാരൊക്കെ എന്തിട്ടോ ഭക്ഷണം തികയുന്നുമില്ല. അതാ രസം. ഇങ്ങനെ അടിച്ചുപൊളി കല്യാണം നടത്തുന്നവന്റെ മിക്കവന്റെ വീട്ടിൽ എന്ത് തികയുന്നില്ല? ഭക്ഷണം തികയുന്നില്ല. കാരണം ബറക്കത്തില്ല. ചെലവ് ചുരുക്കിയിട്ട് നടത്തുന്ന നിക്കാഹിലാണ് ബറക്കത്തെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇന്ന് മലബാറിന്റെ മക്കളൊക്കെ കല്യാണം പൂരപ്പറമ്പുകളാക്കി മാറ്റുകയാണ്, സിനിമാ സ്റ്റൈലാക്കി മാറ്റുകയാണ്. വലിയ വലിയ പണച്ചാക്കുകൾ പോലും പാവപ്പെട്ടവരെ പേടിപ്പിക്കുന്ന നിലയ്ക്കുള്ള കല്യാണ മാമാങ്കം ഇന്ന് കാണിക്കുകയാണ്. പണത്തിൻ്റെതാകുന്ന പെരുപ്പം അള്ളാഹുവിനെ മറന്നുകൊണ്ട് ധൂർത്തും ദുർവ്യവും നടത്തുകയാണ്. ഒരു പിടുത്തം വരും. കോവിഡ് നമുക്ക് മുന്നിലുണ്ട്. അള്ളാഹുവിന്റെ പള്ളി പോലും അടയ്ക്കപ്പെട്ടതാകുന്ന സാഹചര്യം നമുക്കുണ്ട്. പ്രശ്നങ്ങൾ വന്ന് പറയാനുള്ള കോടതിയാകുന്ന പടച്ചറപ്പിന്റെ ഭവനങ്ങൾ പോലും അടച്ചുപൂട്ടപ്പെട്ട് ഉത്തമകൾ പോലും ഇല്ലാതാകുന്ന ഒരു കാലഘട്ടം നമുക്ക് മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അഹങ്കരിക്കരുത് നീ. അടുത്ത സെക്കൻഡിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നൽകിയിട്ടുള്ള സർവ്വ സൗഭാഗ്യങ്ങളും പടച്ചറപ്പ് പിടിച്ചു കൊണ്ടുപോകുമെന്നുള്ള ഉത്തമ ബോധം മുസ്ലിമേ നിന്റെ ഹൃദയത്തിൽ നിന്ന് മറയരുത്. പലസ്തീനിന്റെ മക്കളിലേക്ക് നിങ്ങൾ നോക്കി. പാവപ്പെട്ടതാകുന്ന മക്കൾ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പ്രയാസം അനുഭവിക്കുകയാണ്. ഭക്ഷണമില്ല, വെള്ളമില്ല, വിദ്യുത് ശക്തിയില്ല. എല്ലാം അല്പാൽപമായിട്ട് ഇട്ടിട്ട് കൊടുക്കുകയാണ്. ആകാശത്തിന്റെ മീതെ പറന്നു വരുന്ന ഹെലികോപ്റ്ററിൽ ഇട്ടുകൊടുക്കുന്നതാകുന്ന ചെറിയ ചെറിയ പൊതികൾ കൈപ്പറ്റാൻ 10,000-കണക്കിന് ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് നിലകൊള്ളുകയാണ്. 20 ലക്ഷത്തിലധികം വരുന്നതാകുന്ന മക്കളാണ് അവിടെ നമ്പരപ്പെടുന്നത്. മുസ്ലിമീങ്ങളിൽ പാവപ്പെട്ടതാകുന്ന സഹോദരങ്ങൾ. എന്തേ നിന്റെ ഹൃദയത്തിൽ നീറ്റലില്ലേ? എന്തേ നിന്റെ ഹൃദയത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാടില്ലേ? നിനക്ക് പടച്ചിറപ്പ് നൽകിയതാകുന്ന സമ്പത്തിൽ നീ അഹങ്കരിക്കുകയാണ്. നീയും നിന്റെ ഭാര്യയും നിന്റേതാകുന്ന മക്കളും കുടുംബവും പടച്ചിറപ്പിനെ മറന്നിട്ട് സുഖലോലുപതയിൽ പുതച്ചു മൂടി കടന്നുറങ്ങുകയാണ്. സുബഹിയുടെ ബാങ്ക് മുടങ്ങുമ്പോ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, നമസ്കാരത്തിന് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് വിളിച്ചിട്ട് പുതപ്പെട്ട് പുതച്ചുറങ്ങുന്ന മനുഷ്യ, ഒരു പിടുത്തം നിനക്കുണ്ടാവും. നീ ചിന്തിക്കണം. ഒരു സെക്കൻഡിൽ നീ അതിനെ ചിന്തിക്കാൻ. ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹു നിന്നെ കൊണ്ടുപോകും. മാരകമാകുന്ന വിപത്ത് അള്ളാഹു നൽകും. നിനക്ക് അഹങ്കാരമാണ് സമ്പത്ത് കൂടി പോയതിന്റെ പേര്. പ്രവാസ ലോകത്ത് പോയിട്ട് 10 ചിക്കിളി ഒക്കിച്ചു കൊണ്ടുവരുമ്പോ നാട്ടിലുള്ള ഉസ്താദുമാരും ഉലമാക്കളും മുത്തഅല്ലിമീങ്ങളും നിനക്ക് വേണ്ടി സ്വന്തം കുടുംബവും പ്രാർത്ഥിച്ചു കിട്ടിയതാകുന്ന സമ്പാദ്യം, അള്ളാഹു നിനക്ക് ഔദാര്യമായി നൽകിയ സമ്പാദ്യം, അതിവിടെയുള്ള പാവപ്പെട്ടവന്റെ മുന്നിൽ അഹന്ത കാണിക്കാനും അഹങ്കാരം കാണിക്കാനും ഉള്ളതല്ല. കല്യാണത്തിന്റെ പേരിൽ പേക്കൂത്തുകൾക്ക് അടിമപ്പെടുകയാണ് മുസ്ലിം സമുദായം. പല രീതിക്കുള്ള ഡ്രസ്സുകളാണ്, ഡ്രസ് കോഡുകളാണ്, വ്യത്യസ്തമാകുന്ന ആഹാര പദാർത്ഥങ്ങളാണ്, എന്തെല്ലാം ഭക്ഷണങ്ങളാണ്. അതൊക്കെ ബൊഫേ സംസ്കാരവുമായി മാറി. വരുന്നവരൊക്കെ വന്ന് യാചിച്ച് വന്നെടുക്കണം. പ്ലേറ്റ് എടുത്തുകൊണ്ട് ഇങ്ങനെ പോകണം. വിളിച്ച് ക്ഷണിച്ചിട്ടാ വന്നത്. അവസാനം ഇവിടെ വന്നിട്ട് യാചനയാണ്. അപ്പൊ അവനിങ്ങനെ ഒരു കോഴിക്കറി
എന്താണ് ഈ സൽക്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്നിട്ട് 10,000-കണക്കിന് ആളുകളെ വിളിക്കുക, അവസാനം ഒരു 5,000 പേർക്ക് ഭക്ഷണം കിട്ടുന്നില്ല. കാരണം എന്താ? ബർക്കത്തില്ല. ഇതാണ് മിക്ക സ്ഥലങ്ങളിൽ നടക്കുന്നത്, ബർക്കത്തില്ല. നബി തങ്ങൾ പറഞ്ഞു, ഇന്ന അഅ്ളമൻ നിക്കാഹി ഐസറഹു മുഅനത, ചെലവ് ചുരുക്കിയിട്ട് നടത്തുന്ന നിക്കാഹുണ്ടോ അതിൽ ബർക്കത്തുണ്ട്. ഹബീബ് മുഹമ്മദ് മുസ്തഫ. എങ്ങനെ ചെലവ് ചുരുക്കാൻ പറ്റും? വിളിച്ചില്ലേ പ്രശ്നം. കല്യാണത്തിൻ്റെതാകെ ആലോചന വരുമ്പോഴേ തന്നെ പറഞ്ഞില്ലെങ്കിൽ പ്രശ്നം. എല്ലാം പിണക്കങ്ങളാണ്. പിണങ്ങാൻ നോക്കിയിരിക്കുകയാണ് ഇന്നത്തെ തലമുറകൾ, പ്രത്യേകിച്ച് സ്ത്രീ വിവാഹം. സ്ത്രീകൾ അങ്ങനെ തന്നെ അതിനുവേണ്ടി തന്നെ ഒരുങ്ങിയിരിക്കാൻ. നമ്മളെ വിളിച്ചിട്ടില്ല, ഇതാണ് ആണുങ്ങളും പുറകിലല്ല. ഇനി ഒരാണ് നന്നായാൽ തന്നെ പെണ്ണുങ്ങൾ പുറകിൽ നിന്ന് സൂചി കൊടുക്കുകയാണ്, തലയണ മന്ത്രം. അവിടെ പോരുത്, കാരണം അവര് നമ്മളെ ഇങ്ങോട്ട് ഒന്നാൾ ക്ഷണിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരവസ്ഥ. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നത്? ഇങ്ങനെ പിണങ്ങി കഴിയാനുള്ളവരാണോ നമ്മൾ? മുസ്ലിമീങ്ങൾ എന്തിനാണ് ഇങ്ങനെ പിണങ്ങുന്നത്? ഇണക്കം വെക്കണ്ടേ? മനുഷ്യൻ അവരുടെ തിരക്ക് കാരണം വിട്ടുപോയിട്ടുണ്ടാകും. ഒരു കല്യാണത്തിന് വിളിച്ചില്ലെന്ന് കരുതി നീ എന്തിനാണ് ഇങ്ങനെ പിണങ്ങി ജീവിക്കുന്നത്? എവിടെയാണ് നമ്മുടെ തലമുറ എത്തുന്നത്? നീ എന്ത് ഭക്ഷണം കണ്ടിട്ടില്ല? ഇപ്പോഴും നീ ദാരിദ്ര്യത്തിന്റെ കഥ പറയുകയാണോ? നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, വലാ തുബദിറ തബ്ദീറാ വലാ